ഈ ഒരു ജന്തർ മന്ദറിലെ പ്രൊട്ടസ്റ്റ് തുടങ്ങിയ സമയം തൊട്ട് നിരാഹാരത്തിൻ്റെ സമയത്തൊക്കെ തന്നെ സോനം വാങ്ചുക്കിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതായത് അയാൾ ഈ പറയുന്ന രീതിയിലുള്ള സയൻറ്റിസ്റ്റ് അല്ല, അങ്ങനെ പല കാര്യങ്ങളിലുള്ള കൺസേൺസ് നമുക്ക് ഉണ്ട്, ഇപ്പോഴും അത് അങ്ങനെ തന്നെയുണ്ട്. പക്ഷെ അപ്പോഴും ഈ 26 ദിവസം കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ട് അവിടെ കിടന്ന് നിരാഹാരം കിടന്ന സോനം വാങ്ചുക്കിൻ്റെ നിലവിലെ അവസ്ഥ എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം യൂട്യൂബ് ചാനൽ ഇന്നലെ സോനം വാങ്ചുക്ക് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ്, ഞാനത് പ്ലേ ചെയ്യാം. दोस्तों, ये वीडियो मैं थोड़ा दुख और थोड़ा हैरानी, थोड़ा गम और गुस्से के साथ बना रहा हूँ. अपने भाइयों और बहनों, അതായത് ഞാൻ കുറച്ച് ദുഃഖത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നാണ് പുള്ളി പറയുന്നത്. സ്റ്റാർട്ടിങ് അങ്ങനെയാണ്. के छात्रों के लिए 26 दिन भूखा रहने के बाद, जिसमें कि मेरे 11 किलो शरीर ख़त्म हो चुका है, मसल्स चले गए हैं, ऑर्गन और दिमाग पर इरिवर्सिबल डैमेज लगभग होने के कागार पर पहुंचा है. അതായത് പുള്ളി ഇത്ര ദിവസം നിരാഹാരം കിടന്നുകൊണ്ട് പുള്ളിയുടെ ശരീരത്ത് പുള്ളിയുടെ വെയിറ്റ് കുറഞ്ഞത്, പിന്നെ അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് പറയുന്ന മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ, ഇതാണ് ഇത്രയും പറഞ്ഞത്. ഇനി ബാക്കി കേട്ടോളൂ. और वो भी लद्दाख की कड़कती ठंड से दिल्ली की तपती धूप में बैठकर ये सब करने के बाद क्या मुझे किसी से कैरेक्टर सर्टिफिकेट लेनी होगी? പുള്ളി ലഡാക്കിലെ തണുപ്പിൽ നിന്ന് ഡൽഹിയിലെ ചൂടിൽ വന്നിട്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷവും പുള്ളിക്ക് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട അവസ്ഥയുണ്ടോ എന്നാണ് ചോദ്യം. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഈ 26 ദിവസം CJPക്ക് വേണ്ടിയിട്ട് അവിടെ കിടന്ന് ഭക്ഷണം കഴിക്കാതെ കിടന്ന ആൾ ഇവരവിടെ പിസ്സ പാർട്ടി നടത്തിയും ബർഗർ തിന്നും ഒക്കെ ഇരുന്ന സമയത്ത് അവിടെ നിരാഹാരം കിടന്ന ആളിപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ 26 ദിവസം ഇവിടെ നിരാഹാരം കിടന്ന ഞാൻ നിങ്ങളുടെ ആളുടെയും കയ്യിൽ നിന്ന് സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങണോ എന്ന്. എന്താണ് കാരണം എന്നല്ലേ? ഇപ്പോൾ CJPക്കാർ പറയുന്നത് സോനം വാങ്ചുക്ക് BJPയുമായിട്ട് ഒരു കരാറിലായി, അവർ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒത്തുതീർപ്പായി. അങ്ങനെയാണ് സോനം വാങ്ചുക്ക് 26 ദിവസം കഴിഞ്ഞപ്പോൾ നിരാഹാരം നിർത്തിയതെന്ന്. ഇവരുടെ ഒരു അഭിപ്രായത്തിൽ പുള്ളി ഒരു 10-100 ദിവസം കിടക്കണമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തിയ എന്തിനാണെന്ന് ഓർമ്മയുണ്ടോ? സോനം വാങ്ചുക്കിനെ അവിടെ നിന്ന് ആ സമരപ്പന്തലിൽ നിന്ന് കൊണ്ടുപോയി. എന്തിന്? ഡൽഹി അവിടുത്തെ കോടതി ഉത്തരവ് കാരണം പുള്ളിയുടെ ജീവൻ എങ്ങനെയും രക്ഷിക്കണം എന്നുള്ളൊരാവശ്യപ്രകാരം അവർ കൊണ്ടുപോയതിൻ്റെ പേരിലാണ് ഇവർ ഇത് ഈ പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തിയത്, ഈ അക്രമാസക്തമായ കലാപം തുടങ്ങിയത്. അപ്പം അവരുടെ യഥാർത്ഥ ഉദ്ദേശം പുള്ളി അവിടെ കിടന്ന് തട്ടിപ്പോണം എന്നായിരുന്നു. പക്ഷേ എന്തായാലും കൃത്യസമയത്ത് സർക്കാർ ഇടപെട്ട് സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ കിടന്നു. പുള്ളി ഈ കാര്യങ്ങളൊക്കെ കേട്ടു. ഇവിടെ നടക്കുന്ന കലാപങ്ങളൊക്കെ കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി പുള്ളി ഇനി നിരാഹാരം കിടന്നത് കൂടുതൽ ആംപ്ലിഫൈ ചെയ്തത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് പുള്ളി പിന്മാറിയത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ്. ഇനി ബാക്കി കേട്ടോളൂ. कि मेरा अनशन कितना पवित्र था, मैंने तोड़ा तो किसके हाथों तोड़ा, उसके हाथों क्यों तोड़ा, इसके हाथों क्यों नहीं तोड़ा, क्या डील हुआ, क्या सौदा हुआ, ये सब मुझे जवाब देना होगा. मैं कल से अब तरल लिक्विड फूड ले रहा हूँ, पी रहा हूँ, तो थोड़ी सी शरीर में जान आई है. बदकिस्मती से वो जान मुझे इसमें देनी पड़ रही है. दुख के साथ कह रहा हूँ, मगर सुबह से मुझे बहुत से लोग फ़ोन करके या पोस्ट दिखाकर कह रहे हैं कि आप पर बहुत सवाल उठाए जा रहे हैं, आपने इनसे क्यों अनशन तोड़वाया, केंद्रीय मंत्रियों से क्यों नहीं तोड़वाया, किसी और से क्यों नहीं तोड़वाया, क्या डील हुआ है, सौदा हुआ है. ये सब मुझे जवाब देना होगा. अगर सौदा करना होता, डील करना होता, तो क्या 26 दिन भूखे रहना पड़ता है? कितनों ने डील किए हैं, आपने देखा होगा. क्या वो इस ഇതാണ് ഇവരുടെ സമരത്തിൻ്റെ അവസ്ഥ. ഇതാണ് 26 ദിവസം അവിടെ ഇവർക്ക് വേണ്ടിയിട്ട് നിരാഹാരം കിടന്ന ആളിൻ്റെ അവസ്ഥ. നമ്മുടെ ഈ നാട്ടിലെ യുവജനങ്ങളെ മുഴുവൻ ഇവർ ഇറക്കിയത് സോനം സാറിനെ കൊല്ലാൻ നോക്കുന്നു, സോനം സാർ നിരാഹാരം കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇവരുടെ ആവശ്യം കഴിഞ്ഞ നിമിഷം ഈ സോനം വാങ്ചുക്കിനെ അവർ വെറും ചവറാക്കി, ചവച്ച് തുപ്പി ചണ്ടിയാക്കി കളഞ്ഞ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരു ചോദ്യം,
സോനം വാങ്ചുക്കിൻ്റെ നിരാഹാരം അല്ലായിരുന്നു, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാർ സോനം വാങ്ചുക്കിനോട് സംസാരിച്ച് അദ്ദേഹത്തിന് പാർലമെൻറ്റിലെ വിഷയം സംസാരിക്കുമെന്നും വേണ്ട എല്ലാവിധത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഒക്കെ വാഗ്ദാനം ചെയ്ത് അവിടെ കലാപത്തിൽ അക്രമം അഴിച്ചുവിട്ടവരുടെ കൂട്ടത്തിൽ അവിടെ കുറച്ച് അവരോട് ഇതായിട്ട് പെരുമാറുമെന്നും ഒക്കെ വാക്ക് കൊടുത്തതിന് ശേഷമാണ് സോനം വാങ്ചുക്ക് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം, എന്താണ് ഇവരുടെ യഥാർത്ഥ ഉദ്ദേശം? യഥാർത്ഥത്തിൽ ഇവർക്ക് വേണ്ടത് എന്താണ്? ഇവർക്ക് വേണ്ടത് കലാപമാണ്. അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെയൊരു പ്രശ്നം, മന്ത്രി രാജിവെക്കണമെന്നൊരു ഒറ്റ പ്രശ്നം ഉയർത്തിക്കൊണ്ട് ഈ രീതിയിൽ കലാപം ഉണ്ടാക്കുന്നത്. ഇത്ര നാളും സോനം സാറായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആയുധം. ഇപ്പോൾ സോനം സാർ ചണ്ടിയായി കട്ടിലിൽ കിടക്കുന്നു. അവിടെ കിടന്നിട്ട് ആ പുള്ളി ചോദിക്കുകയാണ്, 26 ദിവസം മക്കളെ ഞാൻ നിനക്കൊക്കെ വേണ്ടിയിട്ട് നിരാഹാരം കിടന്നില്ലയോടി, ഇനിയും നിനക്കൊക്കെ ഞാൻ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് കൂടി തരണമെന്ന്. സത്യത്തിൽ നല്ല സഹതാപമുണ്ട് ഈ സോനം വാങ്ചുക്കിനോട് ഉള്ള അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളോടുള്ള എതിർപ്പും നിലനിർത്തിക്കൊണ്ടെന്ന് പറയട്ടെ. ഈ രീതിയിൽ മനുഷ്യരെ ഉപയോഗിച്ച് വലിച്ചെറിയരുത്. അത് കോക്രോച്ച് ജനതാ പാർട്ടി ആയാലും ആരായാലും ശരി. ഇനി അങ്ങോട്ട് ജനങ്ങൾ കാണാൻ പോകുന്നതും ഇതുതന്നെയാണ്. ഇവർ പല കാര്യങ്ങളിലും പറയുന്നത് മുഴുവൻ കള്ളമാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ്. ഇവരുടെ സമരത്തിൽ ഇവരാരും ഇറങ്ങാതിരുന്നതും, സമരത്തിൻ്റെ ഇടയ്ക്ക് ബർഗർ തിന്നാൻ പോയതും, ഫോണില്ലായിരുന്നു, മന്ത്രി ഞങ്ങളെ ഫോൺ പൂട്ടിവെച്ചു എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞതും ഒക്കെ അടങ്ങുന്ന കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടാണ് ഇവർ ജനങ്ങളുടെ ഇടയിൽ പ്രചരണം നടത്തുന്നത്. ജനങ്ങൾ തിരിച്ചറിയണം, കാണണം. യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കി ഇത് കലാപകാരികളുടെ കയ്യിലാണ് എന്ന് മനസ്സിലാക്കിയാണ് സോനം വാങ്ചുക്ക് പിന്മാറിയത്. इस तरह से डील करते हैं। क्या मैं आलीशान एयर कंडीशन कमरे में बैठ के डील सौदा नहीं कर सकता था? मुझे यहाँ दिल्ली की गर्मी में बाहर रोड साइड पर बैठकर डील करना पड़ता। धिक्कार है ऐसे देश पर जिसमें ऐसे दिमागों की उपज होती है, जिसमें से ऐसे नीच ख्यालात निकलते हैं। मैं दोष नहीं देता हूँ आप में से ज़्यादातर पर। എന്തായാലും ഈ നാട്ടിലെ യുവജനങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇവരുടെ പ്രക്ഷോഭത്തിൻ്റെ പിന്നിൽ ഒരിക്കലും നമ്മുടെ നാട്ടിലെ അവസ്ഥ നന്നാകണമെന്നോ അല്ലെങ്കിൽ പരീക്ഷാ സിസ്റ്റം നന്നാകണമെന്നോ ഒന്നുമല്ല. പരീക്ഷാ സിസ്റ്റം നന്നാകാനുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. പാർലമെൻറ്റിൽ ഇപ്പോൾ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. പാർലമെൻറ്റിൽ ഉന്നയിക്കാം. കേന്ദ്രമന്ത്രിമാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാം. ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഇവർക്കിപ്പോൾ വേണ്ടത് ഒരിക്കലും നമ്മുടെ നാടിനെ നന്നാക്കലല്ല, നമ്മുടെ നാട്ടിൽ കലാപം ഉണ്ടാക്കലാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ എത്ര അൺസെക്യൂറായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത് എന്നറിയണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ കൂടി കാണിക്കാം. ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? അവിടെ ജന്തർ മന്ദറിൽ പിസ്സ കൊടുക്കാൻ വന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ആ പാവം പിടിച്ച സ്വിഗ്ഗി ഇത് ഡൊമിനോസ് ആണെന്ന് തോന്നുന്നു, ഡൊമിനോസ് ഡെലിവറി ബോയിയെ പിടിച്ച് നിർത്തിയിട്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന പിസ്സ മുഴുവൻ ഇവർ കൊള്ളയടിക്കുകയാണ്. പിടിച്ചു പറിയും കൊള്ളയും നടത്തുന്ന ആളുകൾ ഇവരൊക്കെ തെരുവിലിറങ്ങിയിട്ടാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നന്നാക്കാൻ പോകുന്നത്. ഇത്ര കാലം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് വിദ്യാഭ്യാസ വിദഗ്ധനായിട്ടുള്ള ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയാകേണ്ട സോനം വാങ്ചുക് സാർ അവിടെ നിരാഹാരം കിടന്ന് മരിക്കാൻ പോകുന്നു, അദ്ദേഹത്തെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ അവരാളുകളെ, ഈ സാധാരണ പാവപ്പെട്ട പിള്ളേരെ ഇവർ തെരുവിലിറക്കിയത്. എന്നിട്ട് സോനം വാങ്ചുക്കിൻ്റെ അവസ്ഥ കണ്ടു. അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി നിരാഹാര സമരത്തിൽ നിന്ന് പിന്മാറി. അതിനുശേഷവും അവിടെ ഈ രീതിയിൽ തെരുവിൽ ഗുണ്ടായിസം അഴിച്ചു വിടുകയും, നോക്ക് ഒരു പാവം പിടിച്ച അവൻ ഡെലിവറി ചെയ്യാൻ കൊണ്ടുവന്ന പിസ്സ മുഴുവൻ എടുത്തിട്ട് പോയി. ഇതാണ് ശരിക്കും നടക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ജാഗരൂകരാകണം. ആ മുഴുവൻ ആളുകളിലും ഇതെത്തിക്കണം. അവിടെ നടക്കുന്നത് പിടിച്ചുപറിയാണ്, രാജ്യത്തിനെതിരെയുള്ള കലാപമാണ്. ഒരു രീതിയിലും നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളെ അനുവദിക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.